അല്ല, അതിന് നല്ല ശ്രമം ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണല്ലോ. അത് പുതിയ ചോദ്യമല്ലല്ലോ. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഞങ്ങൾക്ക് അധികം സ്വാധീനമില്ലാത്ത ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ല കാര്യമല്ലേ? അതിനെ എന്തിനാ ഇത്രയും ഒരു ആശങ്കയോടെ കാണുന്നു? പിന്നെ അല്ലാണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇത്ര നല്ല സാധനമാണോ? അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ഇവിടെ ആർക്കും അറിയാത്തത്? ഒന്ന് നിരോധിച്ചല്ലോ, ഇനി ബാക്കി വേണമെങ്കിൽ നിരോധിപ്പിക്കാം. കാരണം പിന്നെന്താ സംശയം? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഏതാ സാധനം? അല്ല, കേന്ദ്രത്തിന് അറിയേണ്ടത് കാര്യങ്ങളെ. PFI നിരോധിക്കും നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ? ഞങ്ങളത് നിരോധിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം നാടിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? അതെ, VD സതീശന് വോട്ട് കിട്ടുമ്പോൾ ഉപേക്ഷിക്കും. അത് VD സതീശൻ പറയുന്നതല്ലല്ലോ നാടിൻ്റെ സ്ഥിതി. കോൺഗ്രസ്സിന് പിന്നെ ഇതൊരു ഒരു അലങ്കാരമല്ലേ? അതിൽ കുഴപ്പമൊന്നുമില്ല. പിടികൂടാത്തതാണോ അല്ല കഴിയാത്തതാണോ അല്ല പിടികൂടാത്തതാണോ? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. 7-ാം തീയതി വരെ കൊണ്ടുപോകുന്നു തോന്നുന്നല്ലേ? കാരണം 8-ാം തീയതി വേറെ വിധി വരും. 7-ാം തീയതി വരെ ഇത് കൊണ്ടുപോകാന്നുള്ളതായിരിക്കും. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിയാത്ത പോലീസാണ് കേരളത്തിലുള്ളതെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് നമ്മൾ നാട്ടിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരള പോലീസിന് അത്ര കഴിവില്ലാത്തവരാണ്. ഒരു MLA കണ്ടുപിടിക്കാൻ അതെവിടെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് നല്ല ബോധ്യമുണ്ട്. അത് പിടിക്കാത്തതിൻ്റെ കാരണം ഇത് വച്ചിട്ട് മറ്റു പല കാര്യങ്ങളും വഴിതിരിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ പാർട്ടിയിലില്ല. പാലത്തായിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിഭീകരമായിട്ടുള്ള, കേരളത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കേസ് അന്വേഷണം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരും അതിൻ്റെ വിശദാംശങ്ങൾ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അതായിക്കോട്ടെ. അല്ല, ഞങ്ങൾ പിന്നെ അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ നടപടി എന്നിട്ട് CPMനെ ഞാൻ പറയട്ടെ, CPMൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടില്ലേ ആ കേസ് എങ്ങനെയാണ് അതിൻ്റെ വഴിത്തിരിവുണ്ടായത് എന്നെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് പിന്നെ കോടതി വിധി വന്നു. ഞങ്ങൾ മാർക്സിസ്റ്റുകാരെ പോലെയല്ല, ജഡ്ജിക്കെതിരെ പറയുന്ന പണിയില്ല. അത് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. അത് പറയേണ്ട സമയത്ത് അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ച് വെളിപ്പെടുത്തേണ്ട സമയത്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അത് വെച്ചിട്ട് ഞങ്ങൾ ഒരു നടപടിയും എടുത്തിട്ടില്ല, ഒരു നിലപാടും എടുത്തിട്ടില്ല. ഞങ്ങൾ നിയമവ്യവസ്ഥയോട് പൂർണ്ണമായിട്ടും യോജിച്ചു. കോൺഗ്രസിനെ പോലെ ഒളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തിന്? അങ്ങനെയല്ലെന്ന് ഒന്നുമില്ല. അത് പാലത്തായി കേസിനെ ഇതിൽ ബന്ധിപ്പിക്കേണ്ട. അത് ബന്ധിപ്പിക്കുമ്പോൾ എനിക്ക് പലതും എനിക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ, പിന്നെ പറയാം. അത് അല്ല, ഇല്ലെങ്കിൽ തന്നെ ബന്ധമുണ്ടല്ലേ? മറ്റേ ഈ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയത് അവർ തന്നെയല്ലേ? DK ഒന്നല്ലേ, അത് വേറെ കേരളക്കാർ തന്നെ. പഴയ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് സംരക്ഷിക്കുന്നത് അവിടെ എന്നുള്ളത് ഇവിടെ പകൽ പോലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയുന്ന കാര്യം. അത് പിണറായി വിജയൻ്റെ പോലീസിന് അറിയില്ലെന്ന് പറഞ്ഞാൽ, അതായത് മുറിയെടുത്ത് കൊടുത്ത ആളെ പിടിച്ചു എന്ന് പറയുന്നു, ഡ്രൈവർ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണാവുന്നു എന്ന് പറയുന്നു. അതെ, ദീപക്കിന് വിവരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആഭ്യന്തര വകുപ്പിൽ നിന്ന്. അതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, നാട്ടിൽ ആർക്കും മനസ്സിലാവുന്നതാണ്. അതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശം സർക്കാരിനുണ്ട്. ഞാനിത് എപ്പോഴേ പറഞ്ഞല്ലേ, ഇത് കൂട്ടുപ്രതികൾ പലരുണ്ട് ഇതിനകത്ത് ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നത്. ഒരാൾ മാത്രമൊന്നുമല്ല, കോൺഗ്രസ്സിൽ പല ആളുകൾക്കും ഈ കുറ്റകൃത്യങ്ങൾ അറിയാമായിരുന്നു. പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ശരിയായി ഈ കേസിനെ ഒരൊറ്റ ഇൻഡിവിജ്വൽ കേസായിട്ട് ഇത് അന്വേഷിക്കരുത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പ്രജ്വൽ രേവണ്ണ കേസൊക്കെ അന്വേഷിച്ചതുപോലെ അന്വേഷിക്കേണ്ട ഒരു കേസാണിത്. ചെറിയ സംഭവമല്ല.
ഏ നിങ്ങൾക്കറിയുന്നത് എന്നെക്കാളും നിങ്ങൾക്കറിയാം.